ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബയോളജിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ബയോളജിയിലെ 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. EVQ ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കുകയും നിർബന്ധമായിട്ട് പഠിക്കുകയും ചെയ്യുക. നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഇവിടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. EVQ വന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ select the correct nucleotide that pairs with the given nucleotide in the box. ബോക്സിൽ നൽകിയ ന്യൂക്ലിയോടൈഡിന് ജോഡിയായി വരുന്ന ന്യൂക്ലിയോടൈഡ് ഏത്? ഇവിടെ ഈ ഒരു ന്യൂക്ലിയോടൈഡിന് ജോഡിയായി വരുന്ന ഈ 4 ഏതാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ G ഉണ്ട്, T ഉണ്ട്, A ഉണ്ട്, U. ഇതൊക്കെ എന്തിന്റെ പ്രതീകമാണോ എന്ന് നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത്. ഇതെല്ലാം നൈട്രജൻ ബേസുകളാണ്. നോക്കുവാണെങ്കിൽ DNA, RNA എന്ന 2 ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. ഈ 2 ന്യൂക്ലിക് ആസിഡിന്റെ ശാഖകളാണ് അഥവാ പടികളാണ് ഇപ്പൊ പറയുന്നത്. DNA അഥവാ ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡിൽ 4 നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്നത്. അതിൽ അഡിനിനും തൈമിനുമാണ് ചേരുന്നത്, ഗ്വാനിനും സൈറ്റോസിനും ചേരുന്നു. അഡിനിൻ എയും, തൈമിൻ ടിയും, ഗ്വാനിൻ ജിയും, സൈറ്റോസിൻ സിയുമാണ്. ഇവയാണ് ഇതിന്റെ പ്രതീകം. RNAയിലേക്ക് വരുമ്പോൾ RNAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. റൈബോ ന്യൂക്ലിക് ആസിഡിൽ അഡിനിനും ഉണ്ട്, ഗ്വാനിനും സൈറ്റോസിനും അതുപോലെ തന്നെ ഉണ്ട്. എന്നാൽ തൈമിന് പകരം ഇവിടെ തൈമിനാണ് വന്നത്. ഇപ്പൊ RNAയിൽ വരുമ്പോൾ തൈമിന് പകരം അത് യുറാസിലാണ്. അഡിനിൻ യുറാസിലിനോടും ഗ്വാനിൻ സൈറ്റോസിനോടും RNAയിൽ വരുമ്പോൾ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് നേരത്തെ കാണിച്ചതിന്റെ ഉത്തരം എഴുതാം. ബോക്സിൽ നൽകിയ ന്യൂക്ലിയോടൈഡിന് ജോഡിയായി വരുന്ന ന്യൂക്ലിയോടൈഡ് ഏതാണെന്നാണ് നമുക്കിവിടെ G തന്നിട്ടുണ്ട്. G എന്ന് പറഞ്ഞാൽ ഗ്വാനിനാണ്. ഗ്വാനിന് കൂടെ വരുന്നത് നമുക്കറിയാം സൈറ്റോസിൻ ആണ്. സൈറ്റോസിൻ ആണ് നമ്മുടെ ആൻസർ. സൈറ്റോസിൻ ഇവിടെ വരുന്നത് C ആണ്. C ആണ് നമ്മുടെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഡിനിൻ എന്ന് പറയുന്നത് നമുക്കിവിടെ തൈമിനാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് സൈറ്റോസിൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. നമുക്കിപ്പോ പഠിച്ചതേ ഉള്ളൂ. അഡിൻ തൈമിൻ ആണെങ്കിൽ സൈറ്റോസിൻ എന്ന് പറയുന്നത് ഗ്വാനിനാണ്. സൈറ്റോസിൻ എന്ന് പറഞ്ഞാൽ ഗ്വാനിൻ. സൈറ്റോസിൻ ഗ്വാനിനാണ്. നിങ്ങൾ പഠിച്ചു നോക്കുക. ഇതിന്റെ പേരിൽ 1 മാർക്ക് അല്ലെങ്കിലും പല ക്വസ്റ്റ്യന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ ഇത് പഠിച്ചു നോക്കുക. അടുത്ത ചോദ്യം DNA AGCT ആണെങ്കിൽ RNAയിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. AGCT എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസുകളുടെ ഷോർട്ട് ഫോം ആണ്. A എന്ന് പറഞ്ഞാൽ അഡിനിൻ, G ഗ്വാനിൻ, C സൈറ്റോസിൻ, T തൈമിൻ ആണ്. അങ്ങനെയാണ് RNAയിൽ വരുന്നത് A അഡിനിൻ ഉണ്ട്, അതുപോലെ G ഗ്വാനിൻ ഉണ്ട്, T സൈറ്റോസിൻ ഉണ്ട്. ഈ തൈമിന് പകരം അവിടെ ഉള്ളത് യുറാസിലാണ്. U ആണ് അതിന്റെ പ്രതീകം. തെറ്റാണോ? സെറ്റാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. DNA എന്ന് പറയുന്നത് തൈമിനാണ്. അങ്ങനെയാണെങ്കിൽ RNAയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. DNA തൈമിൻ ഉണ്ടെങ്കിൽ RNAയിൽ തൈമിനല്ല, നമുക്ക് അറിയാം അവിടെ യുറാസിലാണുള്ളത്. യുറാസിലാണ് തൈമിന് പകരം RNAയിൽ ഉള്ളത്. ഓക്കെ, ഇത് സെറ്റാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. നാളത്തെ പരീക്ഷ പേപ്പറിൽ ഇതുപോലെ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ഉണ്ടായിരിക്കും. എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന കാലോസ് എന്ന പ്രോട്ടീൻ രോഗാണുക്കളെ തടയുന്നു. എപ്പിഡെർമിസിൽ കാണുന്ന കാലോസ് എന്ന പ്രോട്ടീൻ രോഗാണുക്കളെ തടയുന്നു. ഇവിടെ കാലോസ് എന്ന പ്രയോഗമാണ് തെറ്റ്. കാലോസിന് പകരം കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ആണ് എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന. ഇവയാണ് പ്രോട്ടീൻ രോഗാണുക്കളെ കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ആണ് രോഗാണുക്കളെ തടയുന്നത്. അടുത്ത ഉമിനീരിലെ ലൈസോസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ശരിയായ ഒരു സെന്റൻസ് ആണ്. ഉമിനീരിലെ ലൈസോസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. അഥവാ ലൈസോസൈം പ്രസന്റ് ഇൻ സലൈവ ഡിസ്ട്രോയ് ജെർമ്സ്. അടുത്ത C ക്വസ്റ്റ്യൻ. ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ T ലിംഫോസൈറ്റുകൾ ആന്റിബോഡികൾ നിർമ്മിക്കും. ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ T ലിംഫോസൈറ്റുകൾ ആന്റിബോഡികൾ നിർമ്മിക്കും. T lymphocyte produce antibodies against antigens which enter our body. ഇത് തെറ്റായൊരു പ്രയോഗമാണ്. ഇവിടെ T lymphocyte അല്ല വരേണ്ടത്, പകരം B lymphocyte ആണ് വരേണ്ടത്. B lymphocyte ആണ് ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ T lymphocyteകളാണ് ആന്റിബോഡികൾ നിർമ്മിക്കുന്നത്. T lymphocyte അല്ല, മറിച്ച് B lymphocyte ആണ്. B lymphocyte produce antibodies against antigens which enter our body. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന നിപ വൈറസിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവിയെ പന്നി, വവ്വാൽ, കൊതുക്. നമുക്കറിയാം പന്നി, വവ്വാൽ അഥവാ പിഗ് ആൻഡ് ബാറ്റ് എന്ന് പറയുന്നത് നിപയുടെ വാഹക ജീവിയാണ്. മോസ്കിറ്റോ എന്ന് പറയുന്നത് മലമ്പനിയും അതുപോലെ മന്തും വാഹക ആണ്. മോസ്കിറ്റോ എന്ന് പറയുന്നത് മലമ്പനിയും മന്തും. മലമ്പനി വാഹകം ചെയ്യുന്നത്
മോസ്കിറ്റോസ് ആണ്, മന്തും മോസ്കിറ്റോസ് ആണ്. റാറ്റ് എന്ന് പറയുന്നത് അഥവാ എലി എന്ന് പറയുന്നത് എലിപ്പനിയാണ്, ബാക്ടീരിയ രോഗമാണ് എലിപ്പനി. എലിപ്പനിയാണ് എലി മൂലം ഉണ്ടാകുന്ന രോഗം. ഇങ്ങനെ നോക്കുക, നിപ എന്ന് പറയുന്നത് പിഗും അതുപോലെ തന്നെ ബാറ്റും വാഹകരാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രകൃതിയാലുള്ള വാഹക ജീവിയാണ്, അഥവാ നാച്ചുറൽ വെക്ടർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പ്രകൃതിയാലുള്ള വാഹക ജീവി എന്ന് കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചു, നിപ്പയുടെ പ്രകൃതിയാലുള്ള വാഹക ജീവി എന്ന് പറയുന്നത് ബാറ്റ് ആണ്. സോ ആൻസർ ഈസ് ബാറ്റ് ആണ്. സോ അടുത്തൊരു ചോദ്യമാണ്, തന്നിരിക്കുന്ന പ്രസ്താവനകളെ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഒരെണ്ണം കണ്ടായിരുന്നു. മന്ത് പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകാണ്. മന്ത് പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകല്ല, മന്ത് പരത്തുന്നത് ക്യൂലക്സ് കൊതുകാണ്. ക്യൂലക്സ് കൊതുകാണ് മന്ത് പരത്തുന്നത്. ഫിലാരിസിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ അല്ല, ക്യൂലക്സ് മോസ്കിറ്റോ ആണ്. മലമ്പനിയുടെ രോഗകാരി പ്ലാസ്മോഡിയമാണ്. അത് ശരിയാണ്, മലമ്പനിയുടെ രോഗകാരി പ്ലാസ്മോഡിയം തന്നെയാണ്. പാതജൻ ഓഫ് മലേറിയ ഈസ് പ്ലാസ്മോഡിയം. അത്ലറ്റ് ഫുട്ട് ഒരു വൈറസ് രോഗമാണ്. അത്ലറ്റ് ഫുട്ട് ഈസ് എ വൈറൽ ഡിസീസ്. അതൊരു വൈറൽ ഡിസീസ് അല്ല, അഥവാ ഒരു വൈറസ് രോഗമല്ല, അതൊരു ഫംഗസ് രോഗമാണ്. ഫംഗസ് രോഗമാണ്. ഓക്കെ. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. റാറ്റ് ഫീവർ ഈസ് എ ബാക്ടീരിയ ഡിസീസ്. അത് ശരിയാണ്, റാറ്റ് ഫീവർ അഥവാ എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഉപകരണത്തിന്റെ ഉപയോഗം എഴുതുക. ഇത് ഏത് ഉപകരണമാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് അതിന്റെ ഉപയോഗം എഴുതാൻ പറ്റത്തുള്ളൂ. ഇത് മാത്രമല്ല, ഇതുപോലത്തെ ഒരു 3 ചിത്രമുണ്ട്. ഈ ഒരു 3 ചിത്രമാണ് സ്ഫിഗ്മോമാനോമീറ്റർ അഥവാ അല്ലെങ്കിൽ തെർമോമീറ്റർ, സ്റ്റെതസ്കോപ്പ്. ഈ 3 ചിത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. 3 ചിത്രം അതിന്റെ ഉപയോഗം പഠിച്ചു വെക്കുക. സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ടു മെഷർ ദ ബ്ലഡ് പ്രഷർ ആണ്. തെർമോമീറ്റർ ടു മെഷർ ബോഡി ടെമ്പറേച്ചർ അഥവാ ശരീര താപനില അളക്കാൻ. സ്റ്റെതസ്കോപ്പ് ടു മെഷർ ഹേർട്ട് ബീറ്റ് അഥവാ ഹൃദയമിടിപ്പ് അളക്കാൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന സ്ഫിഗ്മോമാനോമീറ്ററിന്റെ ഉപയോഗം എന്താണെന്ന്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. ടു മെഷർ ദ ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം അളക്കാൻ വേണ്ടിയാണ് സ്ഫിഗ്മോമാനോമീറ്റർ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മെൻഡൽ 2 ജോഡി വിപരീത ഗുണങ്ങൾ ഉയരവും വിത്തിന്റെ ആകൃതിയും ഉൾപ്പെടുത്തി നടത്തിയ വർഗസങ്കരണ പരീക്ഷണത്തിൽ ഉണ്ടായ ഒരു ചെടിയുടെ ജനിതക ഘടന ചുവടെ നൽകിയിരിക്കുന്നു. ഇതാണ് TTRR ആണ് ജനിതക ഘടന. ഉയരം കൂടിയതും ഉരുണ്ട വിത്തും. ഈ ചെടിയിൽ നിന്നുണ്ടാകുന്ന ബീജകോശങ്ങളിലെ ഘടകങ്ങൾ എഴുതുക. The genetic makeup of a plant produced by hybridization experiment conducted by Mendel on 2 pair of contrasting traits is given below. Write the factors which can be present in the genetics formed from this plant. ഈ ഒരു ചെടിയിൽ നിന്നുണ്ടാകുന്ന ബീജകോശങ്ങളുടെ ഘടകങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പാണ് 1 മാർക്കിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനോ സബ് ക്വസ്റ്റ്യനായോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ്. സോ നിങ്ങൾ പഠിച്ചു വെക്കുക. TTR ആണ്, ഉയരം കൂടിയ ഉരുണ്ട വിത്താണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഉയരം കൂടിയത് ഉരുണ്ട വിത്ത് നമുക്ക് 2 ശാഖകളാക്കി എഴുതാം. സോ TT ആൻഡ് RR. T രണ്ടും ഉയരം കൂടിയതായതുകൊണ്ട് ഒറ്റ T എടുത്തെഴുതുന്നു. ഉരുണ്ട വിത്തും ചുളുങ്ങിയ വിത്തും ഉള്ളതിനാൽ നമുക്ക് ഉരുണ്ട വിത്തും ചുളുങ്ങിയ വിത്തും എന്ന് നമ്മൾ മാറ്റി എഴുതുന്നു. ഉയരം കൂടിയതും ഉരുണ്ട വിത്തും തമ്മിൽ സംയോജിച്ച് ഉരുണ്ട വിത്തും ഉയരം കൂടിയ വിത്തും തമ്മിൽ സംയോജിച്ച് TR ഉണ്ടാകുന്നു. ഉയരം കൂടിയതും ചുളുങ്ങിയ വിത്തും തമ്മിൽ സംയോജിച്ച് TR ഉണ്ടാകും. ഈ TRന്റെ ഉയരം കൂടിയ ഉരുണ്ട വിത്തായിരിക്കും. ഈ TR വരുമ്പോൾ ഉയരം കൂടിയ ചുളുങ്ങിയ വിത്തായിരിക്കും. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SSLC പഠിക്കുന്ന കൂട്ടുകാർക്കൂടെ നയിച്ചു കൊടുക്കുക. ഇതുപോലത്തെ ഉള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.